എന്നാണോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മക്കളൊക്കെ മാതാപിതാക്കളോട് ദേഷ്യത്തോടുകൂടെ പെരുമാറുന്നത്? ഉമ്മെന്ന് ചോദിച്ചാൽ ഉമ്മെന്ന് മിണ്ടാതിരിക്കേ എന്ന് തന്നെ 10 മാസത്തോളം സ്വന്തം ശരീരത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്ന പൊന്നാര ഉമ്മയോട് വാപ്പ എന്തെങ്കിലും ഉപദേശിക്കുമ്പോൾ തുടങ്ങി വാപ്പാന്റെ വാള് എന്ന് പറയുന്ന മക്കൾ. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാണാൻ കൊതിയായി ആ കുഞ്ഞ് ജനിച്ചതിൽ സന്തോഷത്തിൽ ആ കുഞ്ഞിന് അഖീഖത്ത് അറുത്തു കൊടുത്ത് ഭക്ഷണം വിതരണം ചെയ്ത് കുടുംബക്കാരോട് ഹാവിൻ്റെ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ച് കൈപിടിച്ച് തോളിലും കൈകളിലുമായി രാപ്പകലുകളില്ലാതെ താരാട്ടുപാടി കൊണ്ടു നടന്ന ഉമ്മയോട് വാപ്പയോടൊക്കെ ഒരൽപ്പം പക്വതയും പ്രായം വരുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന മക്കൾ പ്രത്യക്ഷപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇബ്നു മസ്ഊദ്. മക്കൾ വാപ്പമാരോട് ദേഷ്യത്തോടുകൂടെ പെരുമാറുന്ന കാലം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മതറു ഖൈലാ, മഴ പെയ്യുന്നുണ്ട് പക്ഷേ അല്ലാഹു കൃഷി മുളപ്പിക്കുന്നില്ല. മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഭൂമിയിൽ നിന്ന് ലഭ്യമാകേണ്ട വിളവെടുപ്പുകൾ വരാത്ത രീതിയിൽ അല്ലാഹു മഴയിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയുന്നതും അതിൻ്റെ അടയാളമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞു കൊടുത്ത വചനങ്ങളിൽ നമ്മൾ അത്ഭുതത്തോടെ കാണാൻ പോകുന്നത് അറബിയിൽ പറഞ്ഞാൽ പ്ലേറ്റ് എന്നാണ്. പ്ലേറ്റുകൾ. തുവാസിൽ എന്ന് പറഞ്ഞാൽ വസിൽ, ബന്ധങ്ങൾ ഉണ്ടാവുക, കോണ്ടാക്റ്റുകൾ ഉണ്ടാവുക. മുവാസ്വലാത്ത് എന്ന് അറബിയിൽ പറഞ്ഞാൽ ഇന്നത്തെ മോഡേൺ ലാംഗ്വേജിൽ മുവാസ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ടേഷൻ. ഇത്തിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? യുഎയിലേക്ക് മൊബൈൽ കമ്പനി ഉണ്ട്, ഇത്തിസാലാത്ത്. എന്തിനർത്ഥം? ടെലികമ്മ്യൂണിക്കേഷൻ. ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ന് ഇത്തിസാലാത്ത്. അത്തുബാഖ് എന്ന അറബിയിൽ ഇന്ന് പറയുന്ന വാക്കെന്താ? തൊബക്ക്. അത്തുബാഖ് എന്ന് പറഞ്ഞാൽ ഡിഷ് ആന്റിനകൾക്ക് പറയുന്ന പേരാണ് തൊബക്ക്. തൊബക്ക് എന്ന് പറഞ്ഞാൽ ഡിഷ് എന്നാണ്. സാറ്റലൈറ്റ് ഡിഷുകൾക്ക് ഇന്ന് അറബിയിൽ പറയുന്ന മോഡേൺ അറബിയിലുള്ള വാക്ക് തൊബക്ക് എന്നാണ്. തുവാസുലൽ അത്തുബാഖ്, ഡിഷുകളും സാറ്റലൈറ്റുകളും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലം എന്നല്ലാതെ 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഈ വാക്കിന് മറ്റെന്തർത്ഥം കൊടുക്കും? തുവാസുലൽ അത്തുബാഖ്, മറ്റെന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഉലമാ മൗനം പാലിച്ചിട്ടുണ്ട്. ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ പറയുന്നത്. പ്ലേറ്റുകൾ തമ്മിൽ ബന്ധപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ന് ആ പ്ലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിഷുകൾ, സാറ്റലൈറ്റ് ഡിഷുകൾ. ലോകത്ത് സാറ്റലൈറ്റ് ഡിഷുകൾ പ്രത്യക്ഷപ്പെടുന്നതും ഏത് ചെറ്റക്കുടിലിന്റെ മുകളിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പൊരയുടെ തലയിൽ പോലും നിൽക്കുന്നത് ഡിഷ് ആന്റിനകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ആവുകയും ലോകത്തുള്ള ഡിഷുകൾ മുഴുവനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ശബ്ദതരംഗങ്ങളും കാണാനുള്ള മനുഷ്യന്റെ കാഴ്ച നൽകുന്ന തരംഗങ്ങളും അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിന്റെ ഭൂമിയിലെ അന്തരീക്ഷത്തിലും അല്ലാതെയും കടത്തിവിടുകയും അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ഡിഷുകളെയും കണക്ട് ചെയ്തിട്ട് മനുഷ്യൻ അത്യാധുനികമായി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങളിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് നുബുവത്തിന്റെയും വഹയിന്റെയും വെളിച്ചത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുവാസുലൽ അത്ബാഖ് വതതഖാറബൽ അസ്മാൻ വൽ അസ്വാഖ്. തഖാറുബുൽ അസ്മാൻ, സമയങ്ങൾ അടുത്തു വരുന്നത്, സമയം അടുത്തു വരുന്നത്. വൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തടുത്ത് വരുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇന്നത്തെ വിഷയത്തിലേക്കുള്ള ഒരു ആമുഖത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഹദീസിലൂടെ. തഖാറുബുൽ അസ്മാൻ, ഉലമാ അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം എന്തെന്നാൽ ദൂരങ്ങളിലുള്ള ദൂരപ്രദേശങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് തീർക്കാൻ പറ്റുന്ന വിധത്തിൽ അല്ലാഹു തആല യാത്രാ സംവിധാനങ്ങളെ മനുഷ്യന് എളുപ്പമാക്കി തരുന്നത് സമയം അടുത്തു വരുന്നതിന് തുല്യമാണ്. പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സൂപ്പർസോണിക് വിമാനങ്ങൾ ഇരിക്കട്ടെ, മനുഷ്യൻ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ പോലും തഖാറുബുൽ അസ്മാൻ, സമയം വളരെ അടുത്തേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ടില്ലേ? കുറഞ്ഞ സമയം. അന്നൊക്കെ മക്കയിൽ നിന്ന് ഷാമിലേക്ക് എത്തണമെങ്കിൽ 40 ദിവസം എടുക്കും. അവിടെയാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം
ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. 40 ദിവസങ്ങൾ എടുത്തിരുന്ന ദൂരമാണ് പരിശുദ്ധമായ മക്കയിലെ പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മൈലുകൾക്കപ്പുറം, മിനിമം 3000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഇന്നത്തെ ഫലസ്തീനിലെ ജെറൂസലേമിലെ ഖുബ്ബത്തു സഖറയിലേക്ക് അഷ്റഫുൽ ഖൽഖിനെ ബുറാക്കിന്റെ വാഹനത്തിന്റെ പുറത്ത് കൊണ്ടുപോയ യാത്രയെ സുബ്ഹാൻ എന്ന് അല്ലാഹു വിളിച്ചത് ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഉലമാ പറയുന്നത് 40 ദിവസം എടുക്കുന്ന യാത്രയാണത്. അതാണ് അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലെ ഒരൽപ്പസമയം കൊണ്ട് കൊണ്ടുപോയ അല്ലാഹു സുബ്ഹാന. അല്ലാഹു പരിശുദ്ധനാണല്ലോ. മനുഷ്യൻ അല്ലാഹു ഇന്ന് ചെയ്തു കൊടുത്ത യാത്രാ സംവിധാനങ്ങൾ, 40 ദിവസമെടുക്കുന്ന യാത്രകൾ നുബുവത്തിന്റെ വഹി ലഭിച്ച് മുഅ്ജിസത്ത് ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെക്കൻഡുകളെ കൊണ്ട് കഴിച്ചു തീർത്തെങ്കിൽ, അവിടെ നിന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും അള്ളാഹുവിനെ മാത്രം അറിയുന്ന ലോകത്തേക്ക് ഹബീബിനെ കൊണ്ടുപോയ മെഹറാജ് അള്ളാഹു തആല രാത്രിയുടെ ഒരൽപ്പസമയം കൊണ്ട് കഴിച്ചു കടന്നത് മുഅ്ജിസത്താണ്. അത് മനുഷ്യന്റെ യാത്രയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല, മനുഷ്യന്റെ യാത്രയുമായി ഉപമിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും 40 ദിവസം അന്നെടുത്തിരുന്ന യാത്ര ഇന്ന് സൗദി അറേബ്യയിലെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ജോർഡാനിലേക്ക് പറക്കുന്ന പൈലറ്റ്, അല്ലേ, വിമാനം പറത്തിക്കുന്ന പൈലറ്റ് ഫ്ലൈറ്റ് എത്തിക്കുന്നത് ഉദ്ദേശം 2.5 മണിക്കൂർ കൊണ്ടാണ്. 2.5 മണിക്കൂർ, 40 ദിവസം എടുത്തിയത് 2.5 മണിക്കൂർ, അല്ലേ. 2600-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ മംഗലാപുരവും ദുബൈയൊക്കെ. 2600 കിലോമീറ്ററുകൾ നമ്മുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് 3 മണിക്കൂർ 25 മിനിറ്റ്. സുബ്ഹാനല്ലാഹ്. തഖാറുബുൽ അസ്മാൻ, സമയങ്ങൾ അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പഠിപ്പിക്കുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ മുമ്പിലുള്ള സർവ്വ സംവിധാനങ്ങളെയും എല്ലാം ഒത്തുപിടിക്കുന്ന ഒരു വാക്കിലൂടെ ഉറപ്പിച്ചു കളഞ്ഞു. വല്ലസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂക്കുകൾ അടുത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കി റോഡിലുള്ള സൂക്കുകളായിരിക്കും അങ്ങാടികൾ, ജംഗ്ഷനുകളിൽ മുഴുവനും കടകൾ. അതതിൻ്റെ ഒരു അർത്ഥമാണ്, അല്ലേ. കാസർഗോഡ് നിന്ന് അങ്ങ് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ചെറുക്കളെത്തുമ്പോഴേക്ക് എത്ര ടൗണുകളായി, നഗരങ്ങൾ അങ്ങ് നീണ്ടു പോയിരിക്കുകയാണ്. ഇത് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ, സൂപ്പർ മാർക്കറ്റുകൾ കൂടുന്നത്, ഷോപ്പിംഗ് മാളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലുണ്ട്. അത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? വെബ്സൈറ്റുകളിലൂടെ നടക്കുന്ന കച്ചവടങ്ങൾ. തഖാറുബുൽ അസ്വാഖ്, ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും വെബ്സൈറ്റുകൾ ലോഗ് ചെയ്താൽ 3 ലക്ഷത്തോളം സാധനങ്ങൾ വിൽക്കുന്ന അങ്ങാടികൾ ഇന്റർനെറ്റിലുണ്ട്. പൊരൻ്റെ ഉള്ളിലിരുന്നാൽ മതി, നെല്ലിക്കുന്നിലെ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട്, അല്ലേ, ആഡ് ടു ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡിലൂടെ പേ ചെയ്ത് നാളെ രാവിലെ സാധനം വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുക. എവിടെയാണ് അങ്ങാടി പോയത്? സ്വന്തം വീട്ടിൽ. ആമസോൺ ഷോപ്പിംഗ് ബുക്ക് ഷോപ്പുകളുണ്ട്, അല്ലേ. എത്രയോ വലിയ കമ്പനികൾക്ക് ഓൺലൈൻ ബിസിനസ്സുകളാണ്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ മനുഷ്യൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ലേ? ഇതിലും വലിയ അത്ഭുതമുണ്ടോ? തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക എന്ന ഈ വാക്ക് മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിലേക്കുള്ള സൂചനയാണെന്ന് ആധുനികരായ ഉലമാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വചനങ്ങൾ മുഅ്ജിസത്തുകളാണ്. ഓരോ കാലത്തും അതിനർത്ഥങ്ങളുണ്ട്. ലോകാവസാനം വരെ അതിൻ്റെ അർത്ഥങ്ങൾ അതത് കാലത്തെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഖുദ്റത്തും ഹബീബിൻ്റെ മുഅ്ജിസത്തും മനസ്സിലാക്കത്തക്ക രീതിയിൽ അള്ളാഹു അതത് കാലക്കാരായ ആലിമ്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവരത് ലോകത്തിന് പറഞ്ഞു കൊടുക്കും, അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമല്ലേ തഖാറുബുൽ അസ്വാഖ്. ഇന്റർനെറ്റിലേക്ക് സൂചിപ്പിക്കുന്ന ഹദീസ് ഇതാണ്: നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടം. സൂക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ സ്ക്രീനിൽ അങ്ങാടികളാണ്, സൂക്കുകളാണ്. വേണ്ടത് പർച്ചേസ് ചെയ്യാം. എത്ര ആളുകളുണ്ട് അങ്ങനെ? ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നവർ. സുബ്ഹാനല്ലാഹ്, തഖാറുബുൽ അസ്വാഖ്. ഡിഷുകൾ പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാലമാണത്. പാട്ടുപാടുന്ന പെൺകുട്ടികളും മ്യൂസിക് ഉപകരണങ്ങളും വർദ്ധിക്കുന്ന കാലം അതാണ്. ആ കാലം അന്ത്യനാൾ അടുത്തെത്തി എന്ന് വിളിച്ചറിയിക്കുന്നുവെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദ്ഹുറൽ ഖൈനാതു വൽ മആസിഫ് വതുശ്റബൽ ഖുമൂർ, മദ്യപാനം കൂടുന്ന കാലം. മദ്യപാനം കൂടുന്നത്,
പാട്ടുപാടുന്ന പെൺകുട്ടികൾ വർദ്ധിക്കുന്നത്. അത് സ്ക്രീനുകളിലുണ്ട്, മൊബൈൽ ഫോണുകളിലുണ്ട്, സ്റ്റേജുകളുണ്ട്, ലൈവ് ഷോകളുണ്ട്, റെക്കോർഡഡ് ഷോകളുണ്ട്, എല്ലാം ഉണ്ട്. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ ഫീ ഉംറിൻ തുഷ്തഹാ, ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായമെത്തിയാൽ ഓപ്പോസിറ്റ് ജെൻഡർ, പുരുഷൻ ഒരു പെണ്ണിലേക്ക് നോക്കുമ്പോൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ ഹോർമോണുകൾ പ്രവർത്തിക്കാൻ കാരണമായ ഒരു പ്രായത്തിലേക്ക് ആ പെൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റൽ ഹറാമല്ലേ? അവരെ കൊണ്ട് പാട്ട് പാടിക്കലും ഡാൻസ് ചെയ്യിപ്പിക്കലും ഹറാമല്ലേ? തക്സുറൽ ഖൈനാതു വൽ മആസിഫ്, ഇതൊക്കെ സ്കൂൾ കലോത്സവങ്ങളുടെ പേരിലോ കലാപരിപാടികളുടെ പേരിലോ പെൺകുട്ടികളുടെ വിളയാട്ടം ഉമ്മത്തിൽ വർദ്ധിക്കുന്നത് അള്ളാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നുവെന്ന ഇദസ്സമാഉൻ ഷഖ്ഖത്, ആകാശം പൊട്ടിപ്പിളരുകയും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമിയിലെ അവസാനത്തെ ഭൂകമ്പം, എന്നേക്കുമായി ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്ന നിരന്തരമായ ഭൂകമ്പങ്ങൾ അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമല്ലേ ഹബീബി പറയുന്നത്? തക്സുറൽ ഖൈനാതു വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ അസ്ഫ് ചെയ്യുന്നത്. അസ്ഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഉപകരണത്തിലെ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്നതിന് അസ്ഫ് ബിൽ മുസീഖ അല്ലേ, മ്യൂസിക് ഉപയോഗിക്കാൻ. മആസിഫ്, വീണകളും ഗിറ്റാറുകളും അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ, മനുഷ്യന്റെ നിസ്സാരമായ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ പോലും ഒരു മ്യൂസിക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത കാലമായി പോയില്ലേ? പള്ളിയിലെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഓണായി പോകുന്ന മൊബൈലിൽ നിന്ന് മിമ്പറിൽ ഖുതുബയോദിക്കൊണ്ടിരിക്കുന്ന ഇമാം, അത് ശവിച്ചുകൊണ്ടിരിക്കുന്ന മഅ്മൂമീങ്ങളൊക്കെ ഡിസ്റ്റർബ് ആകത്തക്ക വിധത്തിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് പുറത്തു വരുന്ന റിംഗ് ടോൺ മ്യൂസിക് അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ, അല്ലാഹു അല്ലേ, നീയല്ലേ എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ എഴുന്നേൽപ്പിച്ചത് എന്ന ഉറക്കത്തിൽ നിന്ന് അള്ളാന്റെ പേര് പറഞ്ഞ് എഴുന്നേൽക്കുന്ന നേരത്ത് നമ്മുടെ അലാം സെറ്റ് ചെയ്തിട്ടുള്ള മൊബൈലുകളിൽ നിന്ന് വരുന്നത് മ്യൂസിക്കുകളല്ലേ? അതൊക്കെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? തക്സുറൽ ഖൈനാതു വൽ മആസിഫ്, ഇങ്ങനെ മനുഷ്യന്റെ കൂടെ പിറപ്പായി മ്യൂസിക്കുകൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണം. ഹദീസുകൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം. ഇത് ലോകത്ത് വെറുതെ വിളിച്ചു പറഞ്ഞൊരു നേതാവല്ല. ഇത് മിത്തുകളിലോ ലെജൻഡുകളിലോ ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോയ ഒരാളല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തിന്റെ ഗുരു, അർ-റഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് അല്ലാഹു കാരുണ്യമായി നൽകിയ പുണ്യ റസൂൽ, മനുഷ്യന് ലോകാവസാനത്ത് ജീവിക്കാൻ പോകുന്ന മനുഷ്യന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സിറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും തതായുറുസ് സുഹഫ്, മനുഷ്യന്റെ കൈകളിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ടെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് പറഞ്ഞ ഹദീസുകളാണ് 21-ാം നൂറ്റാണ്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിനെയും ഫോണിനെയും സാറ്റലൈറ്റ് ഡിഷുകളെയും പ്രതിപാദിക്കുന്നത് അതേ നാവുകൊണ്ട്. മുഅ്മിൻ എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടിക്കളിയല്ല മരണമെന്ന് പറഞ്ഞത്, കുട്ടിക്കളിയല്ല മരണത്തിന് ശേഷം ഖബറിലെ അദാബ് എന്ന് പറഞ്ഞത്, തമാശയല്ല മഹ്ശറ എന്ന് പറയുന്നത്, തമാശയല്ല ഹിസാബും മീസാനും, തമാശയല്ല അല്ലാഹുവിന്റെ നരകവും സ്വർഗവും. അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വൽ ഹിസാബു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ എല്ലാം വൽ മീസാനു ഹഖ്ഖുൻ, ഇതെല്ലാം ഹഖാണെന്ന് ഈ ഹദീസുകൾ മനസ്സിലായിട്ടെങ്കിലും 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം എന്ന് മനസ്സിലാക്കട്ടെ.